ഒരു ഫുള്ള് മന്തി വാങ്ങുന്ന പണം പോലും ചിലവില്ലാതെ നമ്മുടെ കുടുംബത്തിന്റെ ആരോഗ്യം പരിരക്ഷിച്ചാലോ? പ്രവാസി സുഹൃത്തുക്കൾ ഇതറിയാതെ പോകരുത്. കാര്യത്തിലേക്ക് വരാം. പ്രവാസികൾ കുടുംബം രക്ഷിക്കാൻ അന്യനാട്ടിൽ പോയി കഷ്ടപ്പെടും. നല്ല പ്രായം മുഴുവൻ മറ്റൊരു നാട്ടിൽ ജീവിച്ച് പ്രായമാകുമ്പോൾ റിട്ടയർമെന്റ് ഒക്കെ എടുത്ത് നാട്ടിലെത്തും. എന്നാൽ അപ്പോഴേക്കും ആരോഗ്യം അവരുടേത് ക്ഷയിച്ചിട്ടുണ്ടാകും. പിന്നെ ഒരു അസുഖം വന്നാലോ? നമ്മുടെ സമ്പാദ്യം ആശുപത്രി ബില്ലടച്ച് തീർക്കേണ്ട ഒരവസ്ഥയിലെത്തും കാര്യങ്ങൾ. എന്നാൽ നല്ല പ്രായത്തിൽ തന്നെ ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ഈ പണം നമ്മുടെ പോക്കറ്റിൽ തന്നെ ഇരിക്കും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഒരെണ്ണം എടുത്തു വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിലൂടെ നോക്കുകയാണെങ്കിൽ മാസം വെറും 300-400 രൂപയൊക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ 1 കോടിയുടെ വരെ കവറേജ് ലഭിക്കുന്ന പ്ലാനുകൾ കാണാവുന്നതാണ്. ഏതെടുക്കണമെന്നോ ഏത് കമ്പനിയുടേത് എടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ നിങ്ങളുടെ മാത്രം ഇഷ്ടമാണ്. ലിങ്കിൽ കയറി ഫോൺ നമ്പർ നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമർ കെയറിൽ നിന്ന് ഒരു കോൾ വരും. അവരോട് മലയാളത്തിൽ തന്നെ സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനും അവസരമുണ്ട്. മാത്രവുമല്ല, നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ വീട്ടിലെത്തി കാര്യങ്ങൾ വിശദീകരിക്കാനും പേപ്പർ വർക്കുകൾ ചെയ്തു തരാനും അവർ സഹായിക്കും. ഞാൻ ഇനി പറയുന്നത് എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ. കുറച്ച് ദിവസം മുൻപ് എൻ്റെ പ്രവാസിയായ ഒരു സുഹൃത്തിൻ്റെ അമ്മയ്ക്ക് ഹാർട്ടിന് ചില പ്രശ്നം വന്നു. ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് ഹാർട്ടിൻ്റെ വാൾവ് മാറ്റി വെക്കണം എന്നറിയുന്നത്. ഒറ്റ രാത്രി ഇരുട്ടി വെളുപ്പിച്ചപ്പോഴേക്കും 20 ലക്ഷം രൂപയാണ് അവന് നഷ്ടം സംഭവിച്ചത്. ഒന്ന് ഓർത്തു നോക്കൂ, എത്ര കാലം കൊണ്ട് അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണ് അവന് നഷ്ടമായത് എന്ന്. അതേസമയം അവൻ കുടുംബത്തിന്റെ ആരോഗ്യത്തിന് പൂർണ്ണമായും പരിരക്ഷ ഒരുക്കുന്ന ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വെച്ചിരുന്നെങ്കിലോ ഇങ്ങനെ ഒരു അവസ്ഥ അവന് വന്നു ചേരില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വീടും വാഹനവും വസ്ത്രവും ഒക്കെ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറെ പ്രാധാന്യം നൽകേണ്ട ഒന്ന് തന്നെയാണ് ഈ ആരോഗ്യ ഇൻഷുറൻസ്. എന്തിനാണ് നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് എന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഉത്തരം വളരെ ലളിതമാണ്. സാമ്പത്തിക ഭദ്രത ലക്ഷ്യമിട്ടാണ് നമ്മൾ ആരോഗ്യ ഇൻഷുറൻസ് തിരഞ്ഞെടുക്കുക. എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നല്ലേ? നാളെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കറിയില്ലല്ലോ. നമുക്കോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ഹോസ്പിറ്റൽ ചിലവ് നമ്മുടെ പോക്കറ്റിൽ നിന്നും പോകാതെ നമ്മളെ സംരക്ഷിക്കുന്നതാണ് ഈ ആരോഗ്യ ഇൻഷുറൻസുകൾ. ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം നൽകേണ്ട ഒരു കാര്യം തന്നെയാണ് ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുക എന്നത്. പലപ്പോഴും നമ്മൾ 2-3 വർഷം കൊണ്ടുണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ ആശുപത്രി ചെലവിന് പോകുന്ന ഒരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. എത്ര ഖേദകരാണത്. അങ്ങനെ ഒരു അവസ്ഥ ജീവിതത്തിൽ ഒരിക്കലും കടന്നു വരാതിരിക്കാനാണ് ഇങ്ങനെ ഒരു പരിരക്ഷ നമ്മൾ ഒരുക്കേണ്ടത്. മാസം വെറും 300-400 രൂപയൊക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ 1 കോടിയുടെ വരെ കവറേജ് കിട്ടുന്ന ഇൻഷുറൻസ് ഇന്ന് മാർക്കറ്റുകളിലുണ്ട്. ഒരു മന്തി കഴിക്കുന്ന പണം വേണ്ട ഒരു ആരോഗ്യ ഇൻഷുറൻസ് സ്വന്തമാക്കാൻ എന്ന് മനസ്സിലായി കാണില്ലേ? ഇന്ത്യയിൽ നിന്നെടുത്താലും മറ്റു രാജ്യത്തെ ആശുപത്രിയിൽ പോലും ക്യാഷ്ലെസ് ചികിത്സ ഉറപ്പാക്കാൻ പറ്റുന്ന പ്ലാനുകൾ വരെ ഇവിടെയുണ്ട്. അത് നോക്കിയെടുക്കണം എന്ന് മാത്രം. അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു ലിങ്കാണ് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിലവിൽ ഒരു അസുഖമുണ്ടെങ്കിൽ പോലും ആരോഗ്യ ഇൻഷുറൻസ് സ്വന്തമാക്കാൻ ഇവിടെ അവസരമുണ്ട്. പ്രവാസികളുടെ വലിയ സങ്കടം അവരുടെ മാതാപിതാക്കളുടെ ആരോഗ്യവും അതുമായി ബന്ധപ്പെട്ട ആശങ്കകളും ഒക്കെ തന്നെയാണ്. പ്രവാസികളുടെ മാതാപിതാക്കൾ മിക്കവരും ഇന്ത്യയിൽ തന്നെയാണല്ലോ കഴിയുന്നത്. നിങ്ങളാകട്ടെ മറ്റൊരു രാജ്യത്തും. ഇങ്ങനെയുള്ളവർക്കും ആരോഗ്യ ഇൻഷുറൻസ് ഏറെ ഉപകാരപ്രദമാണ്. മാതാപിതാക്കൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ തന്നെ ക്യാഷ്ലെസ് ചികിത്സ നേടിയെടുക്കാൻ ആരോഗ്യ ഇൻഷുറൻസിലൂടെ സാധിക്കും. ഞാൻ നൽകിയ ലിങ്കിലൂടെ നോക്കിയാൽ ഇന്ത്യയിലെ 51 ഇൻഷുറൻസ് പാർട്ട്നേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായവ തന്നെ തിരഞ്ഞെടുക്കാൻ അവസരമുണ്ട്. അതും 25% വരെ ഡിസ്കൗണ്ടോടെ താരതമ്യം ചെയ്തെടുക്കാനുള്ള അവസരം. ഏത് കമ്പനിയുടെ ഇൻഷുറൻസ് വേണമെങ്കിലും നമുക്കിവിടെ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഏത് വിധത്തിലെടുത്താലും ഉണ്ടാവുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. 2 വിധത്തിൽ നമുക്ക് ഇൻഷുറൻസ് എടുക്കാവുന്നതാണ്. ഒന്ന്, നമുക്ക് പരിചയമുള്ള ഒരു ഏജന്റ് വഴി എടുക്കാം. അല്ലെങ്കിൽ നേരിട്ട് കമ്പനി വഴിയും അതെടുക്കാം. അതല്ലെങ്കിൽ ലാഭകരമായി ഓൺലൈനായിട്ട് വാങ്ങാവുന്നതാണ്. ഏജന്റ് വഴിയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഒരു കമ്പനിയുടെ മാത്രം വിവരങ്ങളാണ് നമുക്ക് അറിയാൻ കഴിയുക. അതേസമയം ഓൺലൈൻ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിലോ വിവിധ കമ്പനികളുടെ പ്ലാനുകളെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാക്കാൻ സാധിക്കും. ഇത് പരസ്പരം താരതമ്യം ചെയ്ത് കുറഞ്ഞ ചെലവിൽ ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാനും നമുക്ക് കഴിയും. ഞാൻ നൽകിയ ലിങ്ക് വഴി ഇന്ത്യയിലെ പ്രശസ്തരായ ഇൻഷുറൻസ് കമ്പനികളുടെ പ്ലാനുകൾ താരതമ്യം ചെയ്ത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനിയിപ്പം എന്തെങ്കിലും ഒരു അസുഖം നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബാംഗത്തിനോ ഉണ്ടെങ്കിൽ പോലും ഇൻഷുറൻസ് കിട്ടാൻ അതൊരു തടസ്സമാകുകയില്ല. മാസം ചെറിയ തുക, അതായത് 300-400 രൂപ വെച്ച് അടക്കിയൊക്കെ ആണെങ്കിൽ 1 കോടി രൂപയുടെ വരെ കവറേജ് ഉള്ള പ്ലാനുകൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. മാത്രവുമല്ല, അന്താരാഷ്ട്ര തലത്തിൽ ഏത് ആശുപത്രിയിലും ചികിത്സാ സൗകര്യം ഉറപ്പാക്കുന്ന തരം പ്ലാനുകളുമുണ്ട്. പ്രവാസികളിൽ മിക്കവരും സ്വന്തം കുടുംബവുമായി വിദേശത്ത് തന്നെയാണല്ലോ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഏത് രാജ്യത്തായാലും അവിടെ ഒരു ആശുപത്രി കേസ് വരുമ്പോൾ നമ്മുടെ പോക്കറ്റ് കീറിപ്പോകാതെ ചികിത്സ തേടാനുള്ള അവസരം ഇവിടെയുണ്ട്. നമ്മളൊരു ഏജന്റിന്റെ സഹായത്തോടെയാണ് ഈ ഇൻഷുറൻസ് എടുത്തു വെക്കുന്നതെങ്കിൽ അയാൾ പറയുന്ന കമ്പനിയെ മാത്രമേ നമ്മൾ പരിചയപ്പെടുകയുള്ളൂ. എന്നാൽ ഞാൻ നൽകിയ ലിങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ പ്ലാനുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്.
30 മിനിറ്റിനുള്ളിൽ ക്ലെയിം സപ്പോർട്ടും ഒരു റിലേഷൻ മാനേജറെയും കമ്പനി നിങ്ങൾക്ക് നൽകും. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പേപ്പർ വർക്ക്സും പെട്ടെന്ന് ശരിയാക്കി തരികയും ചെയ്യും. പിന്നെ ആശുപത്രിയിൽ എത്തിപ്പെട്ടാലും പേപ്പർ വർക്കുകൾ പെട്ടെന്ന് നടക്കുകയും നിങ്ങൾക്ക് ഒട്ടും സമയനഷ്ടമില്ലാതെ ചികിത്സ ലഭിക്കുകയും ചെയ്യും. നിങ്ങളൊരു ഡയബറ്റിക് അല്ലെങ്കിൽ ഹാർട്ട് പേഷ്യൻ്റ് ആണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു ഹെൽത്തി ഇൻഡിവിജ്വൽ ആണെന്നും കരുതുക. എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഇൻഷുറൻസ് പെട്ടെന്ന് തന്നെ ശരിയാകും. നിങ്ങൾക്കുള്ളത് ഒരു കോർപ്പറേറ്റീവ് ഇൻഷുറൻസ് ആണെങ്കിൽ തന്നെ ഇതിലൂടെ നിങ്ങൾക്ക് 2 മുതൽ 3 ലക്ഷത്തിൻ്റെ കവറേജ് മാത്രമായിരിക്കും ലഭിക്കുക. ഓർഗനൈസേഷൻ മാറുമ്പോഴോ അത് ക്യാൻസലായി പോകുകയും ചെയ്യും. ഈ അവസരത്തിൽ ഒരു പ്രൈവറ്റ് ഇൻഷുറൻസ് നല്ല കവറേജ് ഉള്ളത് തന്നെ എടുത്തു വെക്കണം. ഞാൻ നൽകിയ ലിങ്കിലൂടെ കയറി നിങ്ങളത് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ 25% വരെ ഡിസ്കൗണ്ടോടെ നിങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് സ്വന്തമാക്കാം. പിന്നെ നിങ്ങൾ NRI അക്കൗണ്ടിലൂടെയാണ് എടുക്കുന്നതെങ്കിൽ 18% GST ഇളവും ലഭിക്കും. മറ്റ് രാജ്യങ്ങളിലും കവറേജ് കിട്ടുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ നമ്മൾ വേറെ രാജ്യത്ത് നിന്ന് എടുക്കുന്നതിലും നല്ലത് ഇന്ത്യയിൽ നിന്ന് തന്നെ അത് എടുത്തു വെക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 35% വരെ വിലക്കുറവിൽ അത് സ്വന്തമാക്കാൻ അവസരമുണ്ട്. പുറം രാജ്യത്ത് നിന്നുകൊണ്ട് തന്നെ ഡോക്ടറുമായി ബന്ധപ്പെടാനും അപ്പോയിന്റ്മെന്റ് എടുക്കാനും വരെ അവസരമൊരുക്കുന്ന പ്ലാനുകളും ഈ കൂട്ടത്തിലുണ്ട്. ഒപ്പം ലാബ് ടെസ്റ്റ് റിപ്പോർട്ടുകളും മരുന്നുകളും എല്ലാം തന്നെ നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരുന്ന ഓപ്ഷൻ പോലും ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇൻഷുറൻസിൽ പേര് ചേർക്കുന്നവർക്ക് ഡയബറ്റിക്, ബ്ലഡ് പ്രഷർ എന്നീ രോഗങ്ങളുമായി ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ വെയിറ്റിംഗ് പീരീഡ് റെഡ്യൂസ് ചെയ്ത് 1 ദിവസത്തിനുള്ളിൽ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് ശരിയാക്കാൻ സാധിക്കും. മാത്രവുമല്ല ഇവിടെ മറ്റ് ഹെൽത്ത് ചെക്കപ്പുകൾ ഒന്നുമില്ലാതെ ഇൻഷുറൻസ് സ്വന്തമാക്കാനും കഴിയും. ഇതിനു പുറമെ സെക്ഷൻ 80D പ്രകാരം ടാക്സ് ബെനിഫിറ്റും ഇവിടെയുണ്ട്. പിന്നെ ജീവിതത്തിലെ വലിയ സന്തോഷങ്ങൾക്ക് വേണ്ടി ലക്ഷങ്ങൾ നമ്മൾ ചെലവഴിക്കാറുണ്ട് അല്ലേ? കാര്യം മനസ്സിലായി കാണുമല്ലോ. പ്രസവത്തിന് വേണ്ടി എത്ര രൂപയാണ് നമ്മൾ ചെലവഴിക്കാറുള്ളത്? കുഞ്ഞ് അതിഥിയെ വരവേൽക്കാൻ ഇത്രയും പണച്ചെലവോ എന്ന് കരുതി തലയിൽ കൈവയ്ക്കേണ്ട കാര്യമില്ല. മെറ്റേണിറ്റി കവറേജിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സാധാരണ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ 1 വർഷം അല്ലെങ്കിൽ 2 വർഷമൊക്കെയാണ് വെയിറ്റിംഗ് പീരീഡ് പറയുന്നത്. പക്ഷേ ഞാൻ ഇവിടെ നൽകിയ ലിങ്കിലൂടെ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ മാത്രം കാണാൻ പറ്റുന്ന കാര്യമാണ് വെറും 3 മാസത്തെ വെയിറ്റിംഗ് പീരീഡിൽ 50,000 രൂപ വരെ ഫിക്സഡ് ആയിട്ട് കിട്ടുന്ന രീതിയിലുള്ള മെറ്റേണിറ്റി പ്ലാനുകളുണ്ട്. 5 മാസമോ ഇനി 6 മാസമോ പ്രഗ്നന്റ് ആയിരിക്കുന്ന സ്ത്രീകൾക്ക് വരെ ഇപ്പോൾ എടുത്താൽ പോലും പ്രസവത്തിൽ ആരോഗ്യ പരിരക്ഷ ഒരുക്കാൻ സാധിക്കുന്ന പ്ലാനുകൾ ഈ കൂട്ടത്തിലുണ്ട്. ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ, ഇത് ഇവിടുത്തെ മാത്രം പ്രത്യേകതകളാണ്. അതുകൊണ്ട് തന്നെ മെറ്റേണിറ്റി കവറേജും നമുക്ക് നോക്കി എടുക്കണം. ഏറ്റവും മികച്ച ആരോഗ്യ ഇൻഷുറൻസ് ഏറ്റവും കുറഞ്ഞ ചെലവിൽ എങ്ങനെ കണ്ടെത്താൻ സാധിക്കും എന്നോർത്ത് വിഷമിക്കേണ്ട. ആശുപത്രിയിലെ ചിലവുകൾ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണല്ലോ. ചെറിയ അസുഖങ്ങൾ വന്നാൽ പോലും ഒരുപാട് ചെലവുകളുണ്ട്. ഇനി വലിയ രീതിയിലുള്ള സർജറികളോ ക്യാൻസർ പോലുള്ള അസുഖങ്ങളോ വന്നുപെട്ടാലോ ഉള്ളത് മുഴുവൻ വിറ്റുപെറുക്കേണ്ട അവസ്ഥ വരാതിരിക്കണമെങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വെക്കാവുന്നതാണ്, അതും വലിയ ലാഭത്തിൽ. മന്തി വാങ്ങി കഴിക്കുന്ന പണം മാത്രം മാറ്റിവെച്ച് 1 കോടിയുടെ ആരോഗ്യ പരിരക്ഷ കുടുംബത്തിന് എടുത്തു വെക്കുന്നതല്ലേ ബുദ്ധി? അപ്പോൾ ഈ അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അതിനായി ഞാൻ കമന്റിൽ കൊടുത്ത ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കളിലേക്ക് എത്താൻ പരമാവധി ഒന്ന് ഷെയർ ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ.